അപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. ഭയങ്കര വലിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നുമല്ല, നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെറിയ രീതിയിൽ അനി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്കല ബീച്ചിലോട്ടാണ് ഷൂട്ടിന് പോകുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഒരു ഉച്ച ടൈമിലൊക്കെയാണ് നമ്മൾ എത്തിയത്. തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നല്ല തീരെ തിരക്ക് കുറഞ്ഞ ടൈമായിരുന്നു. ഇനി നമ്മൾ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് എത്തിയതാണ് വർക്കല ബീച്ചിൽ. കോട്ട വെയിൽ. നമ്മൾ കുറച്ച് ക്ലിക്കൊക്കെ എടുത്തിട്ട് ആദ്യക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ഇതാ ഏട്ടനും മോനും കൂടെ ബീച്ചിലോട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. ബീച്ചിൽ ഇറങ്ങണ്ടെന്നൊക്കെ പ്ലാൻ ചെയ്താണ് പോയതെങ്കിലും കൊച്ചുങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കുറച്ചെങ്കിലും ഒന്നും ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു വിഷമമാകത്തില്ലേ. അങ്ങനത്തെ ഏട്ടൻ മോനെയും കൊണ്ട് ബീച്ചിലോട്ടൊക്കെ ഇറങ്ങി. കണ്ണേ കൺമണിയേ കണ്ണിൻ പൂങ്കനവേ നെഞ്ചിൽ നീ പടര് മുല്ല ഞാനൻ കൺതുറക്കേ വാടാ പുഞ്ചിരിയായി മുന്നിൽ നീ വിടര് പൂവേ ഈശ്വരായി നിന്നെയാ കുളിർ കൊണ്ടു മൂടിടാം കനവൊന്നു കണ്ടു ചായുറങ്ങ് നീ ഫോട്ടോ എടുത്ത് ക്ഷീണിച്ചാടേ ആശി. കുളിർ കൊണ്ടു മൂടിടാം കനവൊന്നു കണ്ടു ചായുറങ്ങ് നീ കാലങ്ങളായി നെഞ്ചിലേറ്റും മോഹങ്ങൾ പൂത്തതുപോലെ എന്നിലുദിച്ചൊരു താരം നീയേ. അങ്ങനെ നമ്മൾ വർക്കല ബീച്ചിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ കാപ്പിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കാപ്പിൽ ബീച്ചിൻ്റെ അങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി നേരെ കാപ്പിലോട്ട് പോവുകയാണ്. അങ്ങനെ കുറച്ച് ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടുത്തെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചക്കക്കടയാണ്
എല്ലാ വണ്ടി പൊക്കിക്കൊണ്ടിരിക്കുക. അവിടുന്ന്